நீங்கள் பார்த்த ஜாதகங்களில் என்ன இப்படி ஒரு ஜாதகமா அப்படின்னு நீங்கள் ஆச்சரியப்பட்ட ஜாதகம் ஏதாவது இருக்கா? ഞാനത് பார்த்ததிല്ല. அது மாதிரி ഞാൻ பார்த்ததிല്ല. എൻ്റെ അടുത്ത് ജാതകം വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് ആ ജാതകത്തിൻ്റെ അപ്പോൾ ഉള്ള കണക്ക് പോട്ട് பார்க்குறேன். எவ்வளோ வயசாയി, അല്ലെങ്കിൽ இப்போ என்ன ദശ നടக்குது, என்ன புத்தி நடக்குது, അതിനോട് ഫലത്തെ சொல்லி கொடுக்குறேன். அவரோட முதல் காலத்தையும் ഞാൻ விசாரிக்க மாட்டேன். வர போனதுனதும் குலை இப்போ இந்த மாதிரி நடக்குது, இதுக்கு அடுத்த உங்கள் கேள்விக்கு என்ன பதில்னா பதில் கொடுக்குறேன், அவ்வளோதான். അല്ലാതെ അതിൽ നല്ല ജാതകം ഏത് കെട്ട ജാതകം ഞാൻ വரைக்கும் பார்த்ததில்லை. നമ്മൾ ആ வேலை செய்துட்டே போயிட்டு இருக்கணும், அவ்வளோதான். இல்லை நான் கேட்குறது நீங்கள் நல்ல ஜாதகம்னு பார்த்ததில்லை. நீங்கள் பார்க்கும்போதே சில ஜாதகத்தை போகாமல் இப்படி ஒரு கட்டமைப்பு இருக்கா அப்படின்னு ஒரு ஆச்சரியம் இருக்கும் இல்லையா? ആശ്ചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല. അതെന്നെ പാക്കണം, അതിനെ ജാതകം പാക്കണത് എന്നുള്ളതല്ല. പക്ഷേ നമ്മൾ സാധാരണ ഒരു ഉപാസന, ഇപ്പോൾ നമ്മൾ ജാതകം എന്നുള്ളത് ജ്യോതിഷം പഠിക്കർക്ക് നിറയെ പഠിച്ചിരിക്കുന്നത്, ഗുരുകുല വിദ്യാഭ്യാസമായിട്ട് തന്നെ പഠിച്ചിരിക്കുന്നത്. அப்பா கிட்ட குரு 3 குருக்களൊക്കെ പഠിച്ചിരുന്നിരുന്നാലും നമ്മൾ ഈ തൊഴിൽ വന്ന് ഉட்கார்ந்துட்டு இருக்கும்போது നമുക്കും തനിയൊരു പവർ இருக்குது. അതിൽ ഞാൻ പേசுனதும் இருக்குது, ഞാൻ അല്ലാമ എന്നോ പേസ വെക്കുന്ന ഒരു ശക്തി இருக்குது. அது வாக்குஸ்தானம். അപ്പോൾ അതിൽ എന്നാന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ உட்கார்ந்துட்டு இருக்கறக்கு അവർ കേൾവി കേൾക്കർക്ക് മുന്നാടി നമ്മൾ ഇതിലുള്ള ബദൽ ചൊല്ലി മുടിച്ചാച്ച്. അപ്പോൾ അതിൽ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ചൊല്ലണത് ഒരളവുക്ക് എല്ലാവർക്കുമേ കറക്റ്റാக இருக்குது. അതിനാൽ അവർക്കും മാക്സിമം കേൾവികൾ ഇരിക്കാതെ ലാസ്റ്റിൽ അവർ ചൊല്ലി ഇനിയിപ്പോൾ എന്നാ സാർക്കിட்ட കേൾക്കർക്കുള്ളത് ഇவ்வளோதானே അപ്പോൾ മുടിച്ചത്. അപ്പോൾ നമ്മൾ ആ ഘട്ടത്തിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ பார்க்கണതിൽ ഇപ്പം ഇന്നത് ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇത് കാളസർപ്പ യോഗല ஜாதக கட்டம் தான். ராகு கேதுகளுக்குள்ளதான் இந்த கிரகங்கள் எல்லாம் இருக்கிறேன். അപ്പോൾ இந்த சமயத்தில் நம்ம ஒரு குழந்தை பிறந்து കഴിഞ്ഞാൽ കാളസർപ്പ യോഗം എന്ന് പറയും. അപ്പോൾ ഈ കാളസർപ്പ യോഗത്തിലുള്ളവർക്ക് இந்த அமைப்பில் இருக்கும்போது அது என்னன்னு கேட்டு കഴിഞ്ഞാൽ സകല കലാവല്ലഭൻ, അവർക്ക് தெரியாதതൊന്നുമേ இருக்காது, അവർക്ക് ചെയ്ത് பார்க்காத തൊഴിലും இருக்காது, അതേമാതിരി അവർക്ക് தெரியாத കോൺടാക്റ്റുകളും இருக்காது, പക്ഷെ അവർക്ക് സമ്പാദിക്കാൻ தெரியாது. അവർ നല്ലൊരു അഡ്വൈസർ ആയിരിക്കും, എല്ലാവർക്കും നല്ല അഡ്വൈസ് കൊടുക്കുവാറ്. അപ്പോൾ അവരെ വെച്ച് ഭയപ്പെടുത്ത தெரியாமல் வாழ்ந்துட்டு இருக்கும். ഇത് നമുക്ക് ലാസ്റ്റിൽ ഇരിക്കുന്ന വീട്ടുകാരത്തിയാണെങ്കിലും മക്കളാണെങ്കിലും കുറെ ചൊല്ലുന്ന ടൈമിൽ தான் അവർ വന്നിട്ട് അയ്യോ ഞാൻ സമ്പാദിച്ചിരിക്കലാമേ, എവ്വളോ തെരിഞ്ഞവർ ഇരുന്നത്, ഞാൻ ഭയപ്പെടുത്താൻ പോണതെന്ന് നനയ്ക്കുന്നത്.